ജല അതോറിറ്റിയുടെ ആസ്തികളും വിഭവശേഷിയും ഉപയോഗപ്പെടുത്തി ജലവിതരണത്തിലൂടെ അല്ലാതെ വരുമാനം ലഭിക്കുന്ന വിവിധ പദ്ധതികൾ നിലയ്ക്കലിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. സീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതിയുടെ ട്രയൽ റൺ പരിശോധിക്കുകയായിരുന്നു മന്ത്രി. ജല അതോറിറ്റിയുടെ ഏറെ പ്രധാനപ്പെട്ട പദ്ധതിയുടെ സാക്ഷാത്കാരത്തിലേക്കാണ് എത്തുന്നത്. ശബരിമലയുടെ ബേസ് ക്യാമ്പായ നിലയ്ക്കലിലും സീതത്തോട് പഞ്ചായത്തിലും പെരുന്നാട് പഞ്ചായത്തിലെ നിലയ്ക്കൽ, പ്ലാപ്പള്ളി, ലാഹ തുടങ്ങിയ സ്ഥലങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്ന ബൃഹത് പദ്ധതിയാണിത്. നിലയ്ക്കലിൽ 3 സംഭരണികളിലായി 60 ലക്ഷം ലിറ്റർ ജലം സംഭരിച്ച് വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കും. പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കി മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. ജലസംഭരണികളുടെ താഴെയുള്ള സ്ഥലത്ത് മുറികൾ നിർമ്മിച്ച് ഗസ്റ്റ് ഹൗസ്, ഡോർമിറ്ററി, ഭക്ഷണശാലകൾ, കോൺഫറൻസ് ഹാൾ തുടങ്ങിയവ ഒരുക്കി ശബരിമല തീർത്ഥാടനത്തിനെത്തുന്നവർക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരള വാട്ടർ അതോറിറ്റിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും വലിയ തോതിലുള്ള സന്തോഷപ്രദമായ ഒരു കാര്യമാണ് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലയ്ക്കൽ ശുദ്ധജലം എത്തിയിരിക്കുന്നു. ഏറെ കാലങ്ങൾക്ക് ശേഷം ഇത്തരം ബൃഹത്തായൊരു പദ്ധതി പൂർത്തീകരിക്കാൻ ഒട്ടേറെ കടമ്പകൾ കയറേണ്ടി വന്നു. ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, പ്രമോദ് നാരായണൻ MLA, ശബരിമല ADM അരുൺ S. നായർ, ജല അതോറിറ്റി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ KS പ്രവീൺ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിപിൻ ചന്ദ്രൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, റാന്നി.